വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 13-ാം അധ്യായം ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ശരീരമാകുന്ന ക്ഷേത്രത്തെക്കുറിച്ചും ശരീരത്തിൽ പ്രകാശിക്കുന്ന ജീവാത്മാവാകുന്ന ക്ഷേത്രജ്ഞനെക്കുറിച്ചും ഉള്ള ഉപദേശങ്ങൾ തുടരും. ഈ എപ്പിസോഡിലൂടെ 13-ാം അധ്യായത്തിലെ 19 മുതൽ 34 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി ഭഗവാൻ പരമാത്മാവിൻ്റെ 2 ഭാവങ്ങളായ പുരുഷനും പ്രകൃതിയും പരമാത്മാവിനെ പോലെ തന്നെ അനാദിയാണ് എന്ന് വെച്ചാൽ ആദ്യമോ അവസാനമോ ഇല്ലാത്തതാണ് എന്ന് ഉപദേശിക്കുന്നു. പുരുഷപ്രകൃതി സംയോഗത്തിലൂടെയാണ് സൃഷ്ടി നടക്കുന്നത്. പുരുഷനാകുന്ന പരമാത്മാവ് പ്രകൃതിയാകുന്ന മായയിലൂടെ ക്ഷേത്രങ്ങളാകുന്ന ശരീരങ്ങളെ സൃഷ്ടിച്ച് അതിൽ ക്ഷേത്രജ്ഞനായി അല്ലെങ്കിൽ ജീവാത്മാവായി പ്രകാശിക്കുന്നു. തുടർന്ന് ഈ ജീവാത്മാക്കൾക്ക് സത്വരജ തമോ ഗുണങ്ങൾ നൽകി ഗുണങ്ങൾക്കനുസരിച്ച് പ്രകൃതിയിലെ വിഷയങ്ങളുമായി പ്രവർത്തിപ്പിക്കുന്നു. ഈ കർമ്മങ്ങൾക്കനുസരിച്ച് കർമ്മഫലങ്ങളായ ഇച്ഛാദ്വേഷം സുഖം ദുഃഖം മുതലായ വികാരങ്ങളെ മനോബുദ്ധികളെ കൊണ്ട് അനുഭവിപ്പിക്കുന്നു. ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യാൻ കാരണം പ്രകൃതിയാണെങ്കിലും സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത് മനോബുദ്ധികളാണ്. ഈ മനോബുദ്ധികൾക്ക് ഇത് അനുഭവിക്കാനുള്ള കഴിവ് നൽകുന്നത് പുരുഷനാണ്. പ്രകൃതിം പുരുഷം ചൈവ വിദ്യനാദിയോ ഭാവഭി വികാരാം ച ഗുണാം ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ കാര്യകാരണകർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യതേ പുരുഷസുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ. സ്വയം പൂർണ്ണനും ആനന്ദസ്വരൂപിയുമായ പരമാത്മാവ് ശരീരത്തെ സൃഷ്ടിച്ച് ആ ശരീരത്തിൽ ക്ഷേത്രജ്ഞൻ അല്ലെങ്കിൽ ജീവാത്മാവായി സ്വയം അഭിമാനിക്കുന്നു. ഈ ക്ഷേത്രജ്ഞൻ തന്നെയാണ് പുരുഷൻ. ശരീരം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മങ്ങൾക്ക് സാക്ഷിയായും അനുമതി നൽകിക്കൊണ്ടും ശരീരത്തെ ഭരിച്ചുകൊണ്ടും കർമ്മഫലങ്ങളെ അറിഞ്ഞനുഭവിച്ചുകൊണ്ടും ജീവാത്മാവ് ശരീരത്തിൽ പ്രകാശിക്കുന്നു. ഉപദൃഷ്ടാനുമന്താ ച ഭർത്താ ഭോക്താ മഹേശ്വരഃ പരമാത്മേതി ചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷപരഃ. ജീവാത്മാവിന് കർമ്മങ്ങളോ ഗുണങ്ങളോ ഒന്നുമില്ലെങ്കിലും ശരീരത്തിലിരിക്കുമ്പോൾ കർമ്മങ്ങളും കർമ്മഫലങ്ങളും ജീവാത്മാവിനെയും ബാധിക്കുന്നു. ഇതിന് കാരണം ജീവാത്മാവിന് ശരീരത്തോടും പ്രകൃതി ഗുണങ്ങളോടും ഉണ്ടാകുന്ന ഒരു ഒട്ടലാണ്. ഈ ശരീരം തൻ്റേതാണെന്നും തൻ്റെ കർമ്മങ്ങളാണ് ചെയ്യുന്നത് എന്നും ജീവാത്മാവ് ഒരു മായാമോഹത്തിൽ ഏർപ്പെടുന്നു. ഗുണങ്ങളാണ് ഇതിന് കാരണം. നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സുഖദുഃഖങ്ങൾ നമ്മെ ബാധിക്കുന്നത് പോലെ ശരീരം ചെയ്യുന്ന കർമ്മങ്ങളും കർമ്മഫലങ്ങളും ജീവാത്മാവിനെയും ബാധിക്കുന്നു. ഈ ഒട്ടൽ കാരണം ശരീരം നശിക്കുമ്പോൾ ജീവാത്മാവ് ശരീരം ചെയ്ത പുണ്യപാപകർമ്മങ്ങൾക്കനുസരിച്ച് പുതിയ ശരീരം സ്വീകരിക്കുന്നു. പല ജന്മങ്ങളെടുത്ത് ആ ജന്മങ്ങളിലെ പുണ്യകർമ്മങ്ങൾ കൊണ്ട് ജീവാത്മാവ് ദേഹമോഹങ്ങളകന്ന് പരമാത്മാവിനെ അറിയാൻ തുടങ്ങുന്നു. ഞാൻ ശരീരമല്ല ആത്മാവാണ് എന്ന അറിവ് നേടുന്നു. നിരന്തരമായ ഭക്തി ധ്യാനയോഗങ്ങൾ കൊണ്ട് ജീവാത്മാവ് ശുദ്ധമായി പരമാത്മാവാണ് താൻ എന്ന ഉന്നത നിലയിൽ എത്തുന്നു. എങ്ങും നിറഞ്ഞ എല്ലാ ശരീരങ്ങളിലും പ്രകാശിക്കുന്ന ഏകനായ പരമാത്മാവാണ് താൻ എന്ന അറിവ് നേടുന്ന ജീവാത്മാവ് സ്വയം ഉന്നതിയിലേക്ക് ഉയരുന്നു.
സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യസ്തു അവിനശ്യന്തം യപശ്യതി സ പശ്യതി. എല്ലാ ശരീരങ്ങളിലും പ്രകാശിക്കുന്നവനും എന്നാൽ ശരീരങ്ങൾ നശിക്കുമ്പോൾ നശിക്കാത്തവനുമാണ് പുരുഷൻ എന്നറിയുന്നവനാണ് സത്യദർശി. ഈശ്വരൻ സർവത്ര ഒരുപോലെ വ്യാപിച്ചിരിക്കുന്നു എന്നും കർമ്മങ്ങളെല്ലാം ചെയ്യപ്പെടുന്നത് പ്രകൃതിയാൽ മാത്രമാണെന്നും ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല എന്നും അറിയുന്നവൻ ആത്മതത്വത്തെ അറിയുന്നു. സൂക്ഷ്മമായ ആകാശത്തിൽ പൊടിപടലങ്ങൾ ഏൽക്കാത്തതുപോലെ ദേഹം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആത്മചൈതന്യം മലിനപ്പെടുന്നതേയില്ല. ഒരേ സൂര്യൻ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത് പോലെ ഒരേ പരമാത്മാവ് എല്ലാ ശരീരങ്ങളെയും പ്രകാശിപ്പിക്കുന്നു. യഥാ പ്രകാശയത്യേകഃ കൃത്സ്നം ലോകമിമം രവി ക്ഷേത്രം ക്ഷേത്രീ തദാ കൃഷ്ണം പ്രകാശയതി ഭാരത. ക്ഷേത്രക്ഷേത്രജ്ഞയോരേവം അന്തരം ജ്ഞാനചക്ഷുഷാ ഭൂതപ്രകൃതിമോക്ഷം ച യേ വിദുഃ യാന്തി തേ പരം. ക്ഷേത്രജ്ഞന്മാരെക്കുറിച്ചുള്ള അറിവാണ് ജ്ഞാനമെന്നും ഈ അറിവ് നേടി എന്നെ ഭജിക്കുന്നവൻ മോക്ഷം പ്രാപിക്കുന്നു എന്നും പറഞ്ഞു തന്ന ഭഗവാൻ ഈ അധ്യായത്തിലെ ഉപദേശങ്ങൾ നിർത്തുന്നു. നമുക്ക് തുടർന്ന് ഭഗവാന്റെ ഉപദേശങ്ങൾക്ക് കാത്തിരിക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.